ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും 17-18 മണിക്കൂറുകൾ അവിടെ അയ്യപ്പ ഭക്തന്മാർ കാത്തിരിക്കുകയും ചെയ്യേണ്ടി വന്നൊരു സാഹചര്യത്തിൽ അന്നത്തെ ചോദ്യങ്ങളോട് ഏതാണ്ട് ബോർഡ് പ്രതികരിച്ചത് ഈ രീതിയിലാണ്: നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ആളുകൾ ശബരിമലയിലേക്ക് എത്തി. ഇതിപ്പോൾ ഔദ്യോഗികമായി പ്രതീക്ഷിക്കുകയും ഔദ്യോഗികമായി റിസീവ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് 80,000 പേരെയാണെങ്കിൽ ഇത് ഒറ്റഘട്ടമായി നമുക്ക് നടപ്പിലാക്കാനോ പ്രായോഗവൽക്കരിക്കാനോ സാധിക്കില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ശരി, സർക്കാർ ഇങ്ങനെ പറഞ്ഞതല്ലേ, തീരുമാനമെടുത്തല്ലേ, 80,000 പേർ എന്നുള്ളൊരു നിലപാടെടുത്ത്, സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്നൊരു നിലപാടെടുത്ത് എല്ലാ ആളുകളും എത്തുകയില്ല. അപ്പോൾ ഈ 80,000 പേരെ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു സിസ്റ്റത്തിന് ശബരിമലയെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല മധു. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ശബരിമല തീർത്ഥാടന കാലം തുടങ്ങാൻ ഇനി കഷ്ടിച്ചൊരു മാസമേ ബാക്കിയുള്ളൂ. ഈ ഒരു മാസം ബാക്കിയുള്ളപ്പോഴാണോ ഇവർ ഈ ശബരിമലയിൽ ഇത്രയധികം തിരക്കുണ്ടാകാൻ പോകുന്നു, ഒരുപാട് ഒരു ദിവസം 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നത്? ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ സമയം ആവശ്യമാണ്, അതിൻ്റെ ട്രയൽസ് ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പുതിയ സിസ്റ്റം പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് തീർത്ഥാടനം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശശുദ്ധിയിൽ തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിലെ തിരക്ക് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഒരു 80,000 അല്ലെങ്കിൽ 1,00,000 എന്നുള്ള നിലയിലേക്ക് അത് എത്തിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന്. പക്ഷേ അതെങ്ങനെ ശാസ്ത്രീയമായി നടപ്പാക്കണം, എങ്ങനെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് ക്രൗഡ് കൺട്രോൾ മാനേജ്മെൻറ്റ് ഉണ്ടാകണം, ഇതിനൊക്കെ അതിന് കൃത്യമായൊരു പദ്ധതികൾ ആവശ്യമാണ്. ഈ സീസൺ തുടങ്ങുന്നതിന് കൃത്യം ഒരു മാസം മുമ്പ് ഈ രീതിയിൽ ഈ ശബരിമലയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി സംശയിച്ചേ പറ്റുള്ളൂ. കാര്യം ഇത്രയും കാലം ഇവർക്കറിയില്ലായിരുന്നോ? കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവങ്ങൾ ഇവർക്കറിയില്ലായിരുന്നോ? ഈ ഒരു വർഷം മുഴുവനും പാഴാക്കി കളഞ്ഞിട്ട് ഈ ഒരു മാസം മുമ്പ് ഈ രീതിയിൽ എന്തിനാണ് ഇവർ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അവിടുത്തെ ക്രൗഡ് മാനേജ്മെൻ്റ് അല്ല. ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ ബോസ് പറഞ്ഞതുപോലെ ഇവിടെ ഈ 80,000 കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അത് അഡ്വക്കേറ്റ് സമ്പത്ത് ഇവിടെ പറഞ്ഞു, ഞങ്ങൾക്ക് ശബരിമലയെ പറ്റി നന്നായിട്ട് അറിയാം, അദ്ദേഹം ദർശനം നടത്തിയിട്ടുള്ളതാണ്, നല്ല കാര്യം, ശരി, അവിടെ നിൽക്കട്ടെ. ശബരിമലയിലെ സിസ്റ്റം ആർക്കാണ് മാധു അറിയാൻ വയ്യാത്തത്? ഇവിടെ ശബരിമലയിലെ കൂട്ടമായിട്ട് ജനങ്ങൾ പോകുന്ന തീർത്ഥാടനമാണ്. വലിയ വലിയ സംഘങ്ങളാണ് അവിടേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്നത് 100, 150, 200 പേർ ബസ് പിടിച്ചൊക്കെയാണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒറ്റയ്ക്ക് ശബരിമല പോകുന്നവരെ എത്ര പേരെ മാധുവിനറിയാം? ഇവിടെ ഉള്ളവർക്കറിയാം. ഒറ്റയ്ക്ക് ആരെങ്കിലും പോകാറുണ്ടോ ശബരിമലയിൽ? കൂട്ടത്തോടെയാണ് പോകുന്നത്. ആ ശബരിമലയുടെ ഒരു രീതി അതാണ്. ആ കൂട്ടത്തിലുള്ള അങ്ങനെ പോകുമ്പോൾ ഈ 80,000 കൂടുതൽ ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ അവിടെ പകുതി ആൾക്കാർക്ക് കിട്ടി, ബാക്കിയുള്ളവർക്ക് അടുത്ത ദിവസത്തേക്കായി. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണ്ടേ? ഈ ശബരിമലയിലെ യഥാർത്ഥ ഒരു പാരമ്പര്യമായ രീതിയിലുള്ള പോലീസിനാണ്, അവരാണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ശബരിമല സന്നിധാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അംഗസംഖ്യ എന്ന രീതിക്ക് 80,000 എന്ന് നിജപ്പെടുത്താൻ ഒരു സിസ്റ്റം തീരുമാനിക്കുകയാണെങ്കിൽ സുരക്ഷയാണ് പ്രാഥമികമായി കണക്കുകൂട്ടുന്നതെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നതിനെ പറ്റി ഇവിടെ ആർക്കും ഒരു ഇതും ഇല്ല, പ്രശ്നവുമില്ല മാധു. പക്ഷെ അത് നടപ്പാക്കുന്ന രീതിയാണ്. ഇവരെന്ത് പഠിച്ചിട്ടാണ് ശബരിമലയിലെ സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ആ റിയാലിറ്റിയെ പറ്റി എന്ത് പഠിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്? ഇതിങ്ങനെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് നടപ്പാക്കേണ്ട ഒരു രീതിയാണ് ശബരിമലയിലെ നല്ല എവിടുത്തെയും ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ക്രൗഡ് ഇപ്പം തിരുപ്പതിയുണ്ട്, വൈഷ്ണോദേവി ക്ഷേത്രമുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെയൊക്കെ അവിടെയൊക്കെ ഇതുപോലെ സമാന സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ക്രൗഡ്, കുംഭമേള നടക്കാറുണ്ട് ഈ നാട്ടിൽ.
എങ്ങനെയാണ് ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത് എന്ന് പഠിച്ച് ഇവിടെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ആ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിന് വേണ്ടതിനെ മാറ്റങ്ങൾ വരുത്തി അതിന് സമയമെടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതല്ല ഇവർ ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഒറ്റ സെക്കൻഡ്. ഇത് സ്ഥിരമായി 2018 ഒരു ശബരിമല ആ ഒരു വിധി വന്നപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടിയതും ഇതേ സമയത്ത് എത്രയോ വർഷങ്ങളായി ശബരിമല സീസൺ ആവുമ്പോൾ മാത്രം ഉണ്ടാകുന്ന മുല്ലപ്പെരിയാർ ഇഷ്യൂസ് നമുക്കറിയാം. ഇപ്പോൾ ഈ ശബരിമലയെ വീണ്ടും ഒരു പ്രക്ഷോഭ ഭൂമിയാക്കിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന അവർക്ക് മറുപടിയില്ലാതെ തപ്പിത്തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം RSSുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട്. വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ശബരിമലയിലെ മാനേജ്മെന്റ് അല്ല ഇവരുടെ ലക്ഷ്യം.